ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പുംപുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മത്തിക്കറിയാണ്. അത് കുറച്ച് സാധനങ്ങളൊക്കെ വഴറ്റിയിട്ട് അത് അരച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് എണ്ണ ചീനച്ചട്ടിയിൽ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ചൂടായി വരുമ്പോൾ ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് ചുമന്ന് വരുന്നത് വരെയും വഴറ്റാം. ചുമന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അത് ഒരു 2 മിനിറ്റ് നേരം വേകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് അതും ഒരു 2 മിനിറ്റ് നേരം അതിലിട്ടൊന്ന് വഴറ്റണം. 2 മിനിറ്റ് നേരം വഴറ്റിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച് ചൂടാറി കഴിയുമ്പോൾ അരച്ചെടുക്കണം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 10 ചുവന്നുള്ളി അരിഞ്ഞതും 2 പച്ചമുളകും ചേർത്തൊന്ന് വഴറ്റാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് വാടി വരുന്നത് വരെ വഴറ്റാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായി ഒന്ന് വഴറ്റാം. നമ്മളവിടെ അരപ്പരച്ചയിൽ മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ടാണ് വേറെ ചേർക്കാത്തത്. ഇനി അരച്ചെടുത്ത തക്കാളിയും ഉള്ളിയൊക്കെ വഴറ്റിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പാകത്തിന് വെള്ളം ഒഴിക്കണം. ആ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള ചാറിനനുസരിച്ച് അത് വെന്ത് വരാനുള്ള പാകം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഞാൻ 2-3 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആ വെള്ളത്തോടു കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി എല്ലാം ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ, മത്തി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മത്തി കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. 2-3 മിനിറ്റ് നേരം അടുപ്പത്ത് വെച്ചതാണ്. മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി കറിവേപ്പിലയൊന്ന് തൂവി കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറിയൊക്കെ നല്ല സെറ്റായി, ചാറൊക്കെ പാകത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിലൊന്ന് എല്ലാവരും ചെയ്തു നോക്കണം. താങ്ക് യു.